മോളെ ലച്ചുവേ. അമ്മ എവിടെ? അമ്മ എന്ത് ചുമ്മാ പിന്നെ വന്നില്ലേ? അമ്മ നേരത്തെ ആണല്ലോ. ഒരു ഫ്രീ ലിഫ്റ്റ് കിട്ടി, ഞാനിങ്ങ് പോന്നു. ലിഫ്റ്റാ? ലിഫ്റ്റ് ആരോടെ? ഒരു അന്യപുരുഷൻ. കാര്യം ചോദിക്കാൻ ഇങ്ങനെ സംസാരിക്കണത്. അമ്മേ, അമ്മ ഞാൻ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ത് സാധനം? അതമ്മ കഴിച്ചു നോക്ക്. അതുകൊണ്ടാണ് ഞാൻ ഏരിയ കൂടെ പോത്തത്. കഴിഞ്ഞ കളിയാക്കി. അമ്മ എന്നാ സ്പെഷ്യൽ എന്തേ? നിന്റെ സ്പെഷ്യലാ? അതെന്ത് സ്പെഷ്യലാണ്? ഞങ്ങളുടെ കൊച്ചിന്റെ ഐസ്ക്രീം എന്തേന്ന്, അത് വാങ്ങിയില്ലേന്ന്. ഐസ്ക്രീമാ? ഞാനൊന്നും വാങ്ങിയില്ല. അയ്യോ ദാ പിന്നെയും തതൈവ. അമ്മ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചില്ലേ? പറഞ്ഞില്ലേ കൊച്ചേ, വാങ്ങിച്ചില്ലാന്ന്. എന്ത് വാങ്ങിക്കണം? ഞാൻ നിന്റെ അടുത്ത് വിളിച്ച പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും സുഷ്മ നമ്മളെ ഓഫീസിന്റെ ഓപ്പോസിറ്റ് ഒരു തട്ടുകടയില്ലേ, അവിടെ വട മേടിക്കാൻ കയറി. അങ്ങനെ വട മേടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉഷ ഉണ്ടല്ലോ, വടക്കേൽ ഉഷ, ഉഷ ഓട്ടോയിൽ ഇങ്ങ് വരുന്നുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു ഇങ്ങോട്ട് വരുന്നുണ്ടോന്ന്. അപ്പൊ ഞാനപ്പോ എന്താ ഓട്ടോ കാശ് ലാഭിക്കാമല്ലോ എന്ന് വെച്ചാൽ ആ ഓട്ടോയിൽ കയറി ചാടി കയറി ഇങ്ങ് പോകുന്നു. അതിനിടയ്ക്ക് എവിടെ നിന്നാണ് ഐസ്ക്രീം വാങ്ങണേ? ഇപ്പൊ ഓട്ടോ കാശ് ലാഭിക്കോ ഐസ്ക്രീം വാങ്ങിക്കോ? ഞാൻ മുടിയുടെ അടുത്തും പറഞ്ഞ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്ക. അവനും മറന്നു, നീയും മറന്നു, അച്ഛനും മറന്നില്ലേ? ഒരു കൊച്ചു കുഞ്ഞിനെ ഇങ്ങനെ പറഞ്ഞു വരിക്കുന്ന ഒരു പരിധിയില്ലേ? തൽക്കാലം കൊച്ചു കുഞ്ഞ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്നാ വട കഴിച്ചാൽ മതി. അമ്മ വട മേടിച്ചിട്ടുണ്ടാ? അത് മേടിച്ചിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടാ. നല്ല ചൂട് ഞാൻ തരാം. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. എന്നാ പാറുവേ, ഐസ്ക്രീം ആണെന്ന് വിചാരിച്ചു കഴിച്ചാ മതി. പോയി കഴിക്ക്. എന്താ അറിഞ്ഞൂടാ? വാ. അത് പൊട്ടിച്ച എന്തോന്നാണ് കാണിച്ചത്? ഇത് അച്ഛന്റെ അതേ ശൈലി തന്നെ കേട്ടാ. അച്ഛന്റെ ശൈലി കയറി പിടി പാറുവായി. അച്ഛന്റെ ക്ഷമ പരീക്ഷിക്കട്ടാ. എന്തോന്നത്? ഒന്നും ചെയ്യണ്ടെന്നേ, കുറച്ച് കഴിയുമ്പോ അവൾക്ക് തന്നെ മനസ്സിലാവും അവളുടെ തെറ്റ്. അപ്പൊ അവള് തന്നെ സോറി പറയും. അല്ലേ പാറുവേ? അല്ല നിങ്ങൾ കഴിക്കണം. എന്താ വടാ? എനിക്ക് വരാൻ പാടില്ല. എന്നെ എന്താ വിളിക്കാണ്ടിരുന്ന? പോപ്പുലേഷൻ കൂടുമ്പോ ഫുഡിന് കുറച്ച് ജെരുക്കൊക്കെ വരും, സഹിച്ചേ പറ്റൂ. അമ്മക്കെങ്കിലും എന്നെ വിളിക്കായിരുന്നു കേട്ടാ. ഇനിയിപ്പോ നീ തുടങ്ങടാ. കൊച്ചിനെ പോലെ ഐസ്ക്രീം കിട്ടാത്തോണ്ടേ നീ ഇനി പാത്രം അടിച്ചു വിട്ടടാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യലടാ, ജംഗ്ഷനിൽ പോയി ഒരു ചീനച്ചട്ടി വാങ്ങിച്ചിടുന്ന് ആ മാവിനോട്ടിന്റെ ഒരു അടുപ്പ് കൂട്ടിയിട്ട് അവിടെ നിന്നിട്ട് വട ഉണ്ടാക്കുന്നീ. എന്നിട്ട് നീ ഒറ്റയ്ക്ക് കഴിക്കി. ഇതിപ്പോ പറഞ്ഞു കറങ്ങി തിരിച്ച് എന്താ വരാന്നല്ലേ? പിന്നല്ലാണ്ട് എന്താണ്ട് വേണ്ട, എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. അതിന്റെ ദേഷ്യം വന്ന് പിന്നെ അറിയാലോ, കരി മൂത്ത എന്ത് കാണിച്ചിട്ടൊന്നും തന്നെ വാരി കുട്ടി അതോടെ കൊണ്ടേക്കളാം. അതെ, പെട്ടെന്ന് അത് വാരിക്കളാം. എനിക്ക് വടയും ഇല്ല, പണി മൊത്തം എനിക്ക് സമാധാനായില്ല. എന്റെ കൺട്രോള് പോകണ്ടിട്ടമ്മ. നിനക്കെന്ത് പറ്റി? അമ്മയുടെ ഇളയ മോള് കിച്ചണിൽ കിടന്ന് അഴിഞ്ഞായിരുന്നു, ചെന്ന് നോക്ക്. എന്ത് പറ്റി? അവള് ഞാൻ അടച്ചിരുന്ന ബീൻസും ബാക്കി സാധനങ്ങളും മുഴുവൻ തട്ടി കുറച്ച് താഴേട്ടേക്കുക. എന്നിട്ട് ചോദിച്ചപ്പോ എന്ന് പറയുന്നത് കുഞ്ഞല്ലേ, അതിനറിയില്ലല്ലോ. നീ അതങ്ങ് ക്ഷമിച്ചേക്ക്. കുഞ്ഞല്ലേ, 4 വയസ്സുണ്ട്, ഇത്ര ക്ഷമിക്കാൻ മാത്രം. ഇവൾക്ക് എത്തിരി നിർബന്ധ ബുദ്ധി കൂടുതലാണ്ടമ്മ. എടാ കൊച്ചല്ലേടാ, കുഞ്ഞുങ്ങളാകുമ്പോ എന്തെല്ലാം കുരുത്തക്കേട് കാണിക്കും. നിങ്ങളൊക്കെ എന്തെല്ലാം കാണിച്ചിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെ മുളയിലെ നുള്ളിയാ കൊള്ളാം, അല്ലെങ്കിൽ കാണാം. എടാ നീ അധികം സംസാരിക്കണ്ട കേട്ടോ. നീ ഇവിടെ കിടന്ന് കാണിച്ചേക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നിനക്ക് ദേഷ്യം വരുമ്പോൾ നീ കളസൂരിട്ട് കീറിയിട്ട് ഇവിടെ തുള്ളിയിലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര പ്രാവശ്യം നടന്നിട്ടുണ്ടടാ. ഭക്ഷണം തന്നിട്ട് പാത്രം നീ കൊണ്ട് പാറവട കൊണ്ട് എറിഞ്ഞിട്ടില്ലേടാ? ഭക്ഷണം തരാത്തതിന് നീ ഫ്രിഡ്ജിനകത്ത് കയറി എത്ര പ്രാവശ്യം മൂത്രം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കൂടുതൽ പറയപ്പിക്കില്ലേ, 2ാം ക്ലാസ് വരെ പോയി അതൊക്കെ. 2ാം ക്ലാസ്സാ? 4ാം ക്ലാസ്സിൽ കിടക്കാൻ മുള്ളി ഉണ്ടല്ലോ അവൻ. എന്താണ് മൂത്രത്തിൽ? അല്ല, ഇവൻ ചെറുതില് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ മൂത്രം ഒഴിക്കുമായിരുന്നല്ലോ. മാത്രമല്ലേ ഒഴിച്ചിട്ടില്ലേ? എത്ര പ്രാവശ്യം ദേഹത്ത് ഒഴിച്ചിട്ടുണ്ട്? നീ കിടന്ന് മുള്ളിട്ടില്ലടാ? നീ 2ാം ക്ലാസ്സിൽ മൂത്രം ഒഴിച്ചില്ലടാ? അവനെ മാത്രം കളിയാക്കണത്. നിങ്ങൾ കൂടുതൽ കയറി പോവണ്ട. നിങ്ങളമ്മ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കാര്യമൊക്കെ എന്റെ അടുത്ത്. നിങ്ങളെ കൊച്ചു ഭയങ്കര സീനാക്കുന്നുണ്ട് ഇവിടെ. നിങ്ങളെ കൊച്ചാ?
പാറുമോളെ അടുക്കള കിടന്ന് ഒരുപാട് അംഗം കളിക്കുന്നു. ഇതിനെക്കൊണ്ടൊരു പോറ്റല്ല പോവാന്. വേണ്ട, വെറുതെ അതിന്റെ അടുത്ത് പോയി അലറിയിട്ട് ആ കൊച്ചു മേടിച്ചു പോവാനാ. മിണ്ടായിരിക്കും അവിടെ. അമ്മ ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതങ്ങ് വാങ്ങിക്കൊടുത്തേക്ക്. ഓ അത് തന്നെ. എടാ ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ടാ. വേണ്ട വേണ്ട, അങ്ങനെ വാശി കൊള്ളൂലല്ലേ, അങ്ങനെ വാശി കൊള്ളൂലല്ലേ എന്നെ. എന്തോന്ന് വല്ലോ ഇങ്ങനെ. അയ്യോ കൊച്ചു തമ്പുരാട്ടി എങ്ങോട്ടാണോ? ആരും പോണ്ട. ചെറുതിനും വലുതിനും എനിക്ക് ഒരുപോലെ കൈകാര്യം ചെയ്യാൻ അറിയാം. നീ ഒരു കാര്യം ഞാൻ പറയാം. നീ ഈ കൊച്ചിനെ കൂട്ടിലിട്ട് വളർത്ത്. തുറന്നു വിട്ടാ ഈത്തങ്ങളെ പോലെ അത് വഷളായി പോകും. ആ കുറ്റുന്നോ? കുഞ്ഞാ അമ്മേ, അമ്മ എന്താ ഓടി വാ അമ്മ. എന്താ കൊച്ചു നിൽക്കണ പോകെ. അയ്യോ എന്താ അവിടെ പോയി നിക്കണേ? ബാലേ, പാറു, ബാലേ, ദേ ഒന്ന് ഓടി വാച്ചാ. അത് നോക്കിയാ അവിടെ പോയി നിക്കണ്. എന്നെ വിളിച്ച് കാണിക്കണം. പോയി വിളിച്ചല്ലോ അടി. പെണ്ണേ നിക്കണത് ഇപ്പൊ ഉണ്ടാ ഇവിടെ നിൽക്കണേ. അമ്മ ഞാൻ വിചാരിച്ച ഇവള് വരാണ്ട് ഇരിക്കുവന്ന്. പാറുവേ, എല്ലാരും കൂട്ടോട്ടത്തിന് പോണോ? കൂട്ടോട്ടത്തിന് പോന്നോന്നോ? കൊച്ചേ ഇവിടെ നിന്നാലേ ആരെയും പിടിച്ചാണ് പോകും. ആ പോട്ടെ, അതാ നല്ലത്. പാറു ചുമ്മാ കളിക്കല്ലേ, വീടിനകത്ത് വന്നേ. വഴി കൂടെ പോകുന്ന ആരെങ്കിലും ഈ ഐസ്ക്രീം അടിച്ചു തരും. ഓ അതാണ്. കൂടെ ആര് പറഞ്ഞത്? അമ്മ പോണ പോക്കോക്ക്. കുലുക്കി കുലുക്കി പോണ പോക്കണ്ടില്ലേ?